നമ്മളെ വീട്ടിൽ നമ്മളെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പെരുന്നാൾ ഫീലാണ് കേട്ടോ. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പിന്നെ പറയേ വേണ്ട, എല്ലാം കൊണ്ട് അങ്ങ് കേമായി. അപ്പോൾ ഇന്നത്തെ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ നമ്മുടെ ബീഫ് ബിരിയാണിക്കുള്ള ബീഫൊക്കെ അപ്പച്ചി ഇവിടെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ കട്ടിംഗ് ബോർഡിന്റെ ഭംഗി കണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. ബീഫ് കട്ട് ചെയ്യാനും ഫിഷ് കട്ട് ചെയ്യാനും വേണ്ടി മാത്രം എടുക്കുന്ന ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒലിച്ച് പോയതിന് ശേഷമാണ് നമ്മളിത് തീമക്കണത്. അതായത് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുമല്ലോ. സോ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള മസാല പൗഡറുകളായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് മാത്രം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുവാണേ. ബീഫൊക്കെ അവിടെ കിടന്ന് വെന്തോട്ടെ. ആ നേരം കൊണ്ട് തന്നെ ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതും ആ വെള്ളവും തിളക്കണ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അതായത് നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു മസാല റെഡിയാക്കാനുള്ള സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, വലിയുള്ളി, ചപ്പ്, പുതിനയില അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ പിന്നെ ഓൾറെഡി അതിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞിട്ടാവും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ പിന്നെ ആ ഒരു ടാസ്ക് ഉണ്ടാവത്തില്ല. സോ അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുവാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് കുറച്ച് ജീരകം നമ്മളിവിടെ പൊടിച്ച് വെക്കാറില്ല കേട്ടോ. അതാണ് ഇങ്ങനെ ഇതിനകത്തോട്ട് തന്നെ ഇട്ടിട്ട് അങ്ങ് പൊടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചതവ് സെറ്റാക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബിരിയാണിക്ക് വെച്ചിട്ടുള്ള ആ വെള്ളമൊക്കെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം വെക്കണ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഓൾറെഡി ഉപ്പും അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ആ ഒരു ക്ലിപ്പ് ഇതിനകത്ത് നിന്ന് മിസ്സായിട്ടുണ്ട്. സോ ഐ എം വെരി സോറി. പിന്നെ നമ്മൾ ഓൾറെഡി നീറ്റാക്കി വെച്ചിട്ടുള്ള വെല്ലുള്ളിയും തക്കാളിയും ചപ്പും പുതിനയിലയും എല്ലാം കൂടെ കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണി അരിക്ക് വലിയ വേവൊന്നും ഇല്ലാതുകൊണ്ട് സംഭവം പെട്ടെന്ന് തന്നെ തിളച്ചങ്ങ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ചോറൊക്കെ അവിടെ വാർന്നങ്ങ് ഒതുങ്ങി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മസാലയിലോട്ട് കിടക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെല്ലുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടുമല്ലോ. ദെൻ തക്കാളിയും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചതവുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല പൗഡറുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ച സമയത്ത് ഒരുവിധം പൗഡറുകളൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. സോ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ദെൻ കുറച്ച് കറിവേപ്പിലയും നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള ചപ്പ് പുതിനയില അതും കൂടി അങ്ങ് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നാരങ്ങനീര് ഓപ്ഷണലാണ് കേട്ടോ. ചിലർ നാരങ്ങനീരും കൂടെ ആഡ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ തൈരിൻ്റെ പുളി തന്നെ ധാരാളം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഉണ്ടല്ലോ അത് വിത്ത് ഗ്രേവി അടക്കം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബിരിയാണി റെഡിയാക്കാനുള്ള മെയിൻ പ്രോസസ്സൊക്കെ ഇപ്പോൾ നമ്മളുടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി സംഭവം സിമ്പിളാണ്. പ്രത്യേകിച്ച് അങ്ങ് പരിപാടികളൊന്നുമില്ല. നമ്മളിത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളും കൂടെ സെറ്റാക്കണം. അപ്പോൾ അതിലോട്ടാണ് ഈ ഒരു
നമ്മുടെ ഉള്ളി, കറിവേപ്പില, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. അണ്ടിപ്പരിപ്പ് നമ്മളെടുത്തില്ലാത്തതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. അതും കൂടി അങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവങ്ങളും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഓൾറെഡി നെയ്യിലാണ് ഇതൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുള്ളത്, എന്നാലും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ബിരിയാണിയിൽ അത്യാവശ്യം നെയ്യ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കണം. അപ്പോൾ മുകളിൽ നമ്മൾ നമ്മുടെ കുത്തമ്മിയാണ് വെച്ച് കൊടുക്കുന്നത്, കാരണം നമുക്ക് അമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുത്തമ്മി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതാ കുറച്ച് കണലും കൂടെ അങ്ങിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ബിരിയാണി ദമ്മിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തത് കേട്ടോ. ഇന്ന് നമ്മളിതാ ഇലയിലാണ്, വാഴയിലയിലാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ചില സമയത്ത് അത് വേറൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബിരിയാണി വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന സംഭവമൊക്കെ തന്നെയാണ് ബീഫ് ബിരിയാണി. പക്ഷേ ഓരോ വീട്ടിലും വിളമ്പുന്നതിലും ഓരോ വീട്ടിൽ കഴിക്കുന്നതിലും നമ്മൾ ആഡ് ചെയ്യുന്നതിൽ പോലും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണല്ലേ. സോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.